വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പൊ ഞങ്ങളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാണ്. അപ്പൊ 7 ഡേയ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാനുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ ഞങ്ങള് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇവിടെ നോർമലി പാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷോർട്ട് ടേം പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുക. കാരണം വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. ബാക്കി ഇൻഫർമേഷൻസ് അകത്ത് പോയിട്ട് നമുക്ക് നോക്കാം അല്ലേ അക്കു? അപ്പൊ നമ്മൾ എവിടെ ഒരു ട്രിപ്പ് പോവാണ്. സ്മോൾ ട്രിപ്പ്, 7 ഡേയ്സ് ട്രിപ്പ് ആണ്. 7 ഡേയ്സ് ട്രിപ്പിന് എന്താണ് ഇത്രയും സാധനം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ബട്ട് വി ആർ ഗോയിങ് ടു ഇന്ത്യ. അപ്പം അറിയാലോ, വേണ്ടി വരുമല്ലോ ഇത്രയും സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ബാക്കിലാം ഗൈസ്. സംഭവം ഇത്രയും ബോക്സുകൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. ഇത് ആക്ച്വലി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെസബേബിനെ കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവൾക്ക് ആക്ച്വലി അലവൻസ് ആകെ ഉള്ളത് 10 കിലോ ആണ്. പക്ഷേ എന്താ, അവളുടെ സാധനങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 30, 35, 40 കിലോ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഡൈപ്പർ മുതൽ റാഷ് ക്രീം മുതൽ, ചുരുക്കി പറഞ്ഞാൽ ഹെസമോൾ UAE യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ കയ്യിലെടുക്കാറുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എത്രയൊക്കെയാണ് അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പൊ എൻക്വയറി ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? 1 വീക്കിന് 325 dirhams. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് എപ്പോഴാ പേ ചെയ്യണ്ടേ? എക്സിറ്റ് ആകുമ്പോ പേ ചെയ്താൽ മതി. ലെവൽ 1-ലാണ് കേട്ടോ പാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പാർക്ക് ചെയ്ത് പോകുന്നവര്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇട്ടുപോയി ചട്ടിയും പെട്ടിയൊക്കെ കുട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത് കൊണ്ട് കാരണം മാത്രം അയാള് അക്സെപ്റ്റ് ചെയ്തതാണ്, എഗ്രി ചെയ്തതാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ടേക്ക് ഓഫ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മാൻഡേറ്ററി കോളായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചറിയിക്കല്ലോ നമ്മൾ ഫ്ലൈറ്റിൽ കയറി എന്നുള്ളത്. ആ ഒരു സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ വിചാരിച്ചു സാധാരണ ഞാൻ ഇൻഫൻറ്റിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുള്ള ആൾക്കാർ, ചെക്കിൻ സ്റ്റാഫൊക്കെ മിക്കവാറുള്ള ആൾക്കാർ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗും ട്രോളി ബാഗും കൂടി അവർ വിടാൻ സമ്മതിക്കാറുണ്ട്. എമിറേറ്റ്സ് ഒക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത്. അതൊരു വിനയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിൽ ട്രോളി ബാഗും ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രോളി ബാഗും ഒരു ബാക്ക് പാക്കുമാണ്. ആ ബാക്ക് പാക്കിൻ്റെ സൈസ് കുറച്ച് വലുതാണ്. അപ്പോൾ വേറെ ബാക്ക് പാക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3-4 പ്രാവശ്യം അവരിങ്ങനെ ഇട്ട് ചുറ്റിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ബുദ്ധിപരമായിട്ട് സൈസ് മാത്രമേ വലിപ്പമുള്ളൂ, സാധനം ഇല്ല അതിനകത്ത് ആക്ച്വലി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, റാപ്പിംഗ് സെഷനിൽ പോയിട്ട് ആ ബാഗ് ഒന്ന് റാപ്പ് ചെയ്ത് ചെറുതാക്കി. അപ്പം തന്നെ അവർ നമ്മളെ കയറ്റിവിട്ടു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ആ ഒരു ഇത്രയും ഇട്ട് അവർ അങ്ങോട്ടും ഇട്ട് ഇങ്ങോട്ടും ഇട്ട് വട്ട് തട്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മളല്ല ലാസ്റ്റ് പാസഞ്ചേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. കുറേ പേര് ഇതുവരെ ലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അബുദാബി വഴി വരുന്ന ആൾക്കാർ കറക്റ്റ് വെയിറ്റും കറക്റ്റ് ബാഗിന്റെ സൈസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ മാക്സിമം അവര് ഇട്ട് വട്ട് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിൽ അൽഹംദുലില്ലാ ബോർഡ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവര് നമ്മളെ കൊണ്ട് ഒരുപാടൊക്കെ റിമൂവ് ചെയ്യിപ്പിച്ചു. ബാഗിന്റെ സൈസ് വലുതാണ് പറഞ്ഞിട്ട്, വെയിറ്റ് ഓക്കെ ആയിരുന്നു പക്ഷെ സൈസ് വലുതാണ് പറഞ്ഞിട്ട് കുറേ റിമൂവ് ചെയ്യിപ്പിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ റാപ്പ് ചെയ്തപ്പോൾ പിന്നെ അവർ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഫ്ലൈറ്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ക്ഷീണിച്ചില്ലേ? ഓടി ഓടി ക്ഷീണിച്ചു ഗൈസ്. ഇക്കു ഭയങ്കര സാധനങ്ങളും ഹെസബേബിയും രണ്ടും കൂടി മാനേജ് ചെയ്തുകൊണ്ട് ഓടിയപ്പോൾ ഇക്കു ക്ഷീണിച്ചു. എനിക്ക് പഴയ പോലെ വിൽ പവറൊന്നും ഇല്ലെന്ന് എനിക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓടി ഓടി തളർന്ന് ഒരു വഴിയായി. ആക്ച്വലി എനിക്ക് അവസാനം ഓടാൻ പറ്റാണ്ടായി. ഞാൻ വിചാരിച്ചു ഞാൻ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെയൊക്കെ. എന്തായാലും ടേക്ക് ഓഫ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് നോമ്പാണ്. അപ്പം നോമ്പ് പിടിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന എളുപ്പമല്ല ഗൈസ്, എളുപ്പമല്ല.
ഹെസ ബേബി ഉറങ്ങിയിട്ടില്ല. ഹെസ ബേബി അവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ ഹലോ ചെക്ക് ചെക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി, എല്ലാം സെറ്റാണ്, ടേക്ക് ഓഫ് ആയി, ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. സോ ബാക്കി കാഴ്ചകൾ തിരുവനന്തപുരത്തിയിട്ട്. വീട്ടിൽ പോലും ഞങ്ങൾ ഇവിടെ എത്തി, ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടി, ഒന്നും പറയാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഞങ്ങൾ വിളിച്ച് അറിയിച്ചത്. ഒരാൾക്ക് ഇതവിടെ പാല് കുടിച്ചു, വലിച്ചെറിഞ്ഞു. എസ് ബേബിക്ക് ഒന്നും പറയാല്ല കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ്. എന്തായാലും ഹെസ ബേബിനെ ഇങ്ങനെ വെച്ച് കഴിക്കുന്ന കാര്യം അങ്ങനെ എളുപ്പമല്ലായിരുന്നു, കുറച്ചൊക്കെ പാടുപെട്ടു. പക്ഷേ എനിക്ക് വാരിത്തന്നത് കാരണം ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. എന്തായാലും ഞങ്ങൾക്ക് റൈസും അതേപോലെ ബീഫിൻ്റെ ഒരു കറിയും ദാൽ കറിയും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്, നോൺ വെജ് ഐറ്റം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ ആയി ഗൈസ്. ബെൽറ്റിൽ വെയിറ്റ് ചെയ്യുക. മോള് നമ്മുടെ കാർട്ടൂൺ ബോക്സ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ആച്ചോ ഇശലി. Wow, what a beautiful airport. What? Ejeline? ടാറ്റ. ബൈ. എവിടെയാണ്? ഏത് എയർപോർട്ടിലാ? ഞങ്ങളോട് എത്തി. ഹെസ ബേബി അന്തൻ്റെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല എന്തിനാന്ന്. ലുക്ക് വേർ വി ആർ. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് INR എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയ ഗ്യാപ്പിൽ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടെ ഹെസ ബേബി പോയി. അവൾക്കൊരു കൂസലും ഇല്ല. എനിക്ക് തോന്നുന്നു അവൾക്ക് പരിചയം ഉണ്ടെന്ന് അല്ലേ, മറന്നിട്ടില്ല. ആദ്യം പോയില്ലെങ്കിലും പിന്നെ രണ്ടാമത്തെ പോയല്ലേ? അതെ, രണ്ടാമത്തെ ഇതിൽ പോയി. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഞങ്ങള് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരുന്നു അവിടെ. സാരമില്ല, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും ATM-ൽ നിന്ന്. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പക്ഷേ എയർപോർട്ടിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല, റേറ്റ് നല്ല കുറവാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തി. അയ്യോ ഭയങ്കര ചൂടില്ലേ, അവിഞ്ഞ് പുഴുങ്ങുകയാണ് ഗൈസ്. അവിടുത്തെ കാലാവസ്ഥ അതെ, പറ്റുന്നില്ല. മഴയുണ്ടെന്ന് പറഞ്ഞു കേട്ടു, മഴയൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് നോമ്പുണ്ട് ഗൈസ്. അപ്പൊ എന്തേലും അത്താഴം കഴിക്കണം വേഗം. ഇതാ നിൽക്കുന്നു ഉമ്മായും ഹെസിലിനും. ഹായ്. ഞങ്ങള് പാർക്കിങ്ങില് നടന്നു പോവാണ് കേട്ടോ. പാർക്കിങ്ങില് ഇക്കുന്റെ വണ്ടി വന്നിട്ടുണ്ട്. ഇക്കുന് വണ്ടി കുറെ കാലമായി മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ലക്ഷ്യമാക്കി പോകുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ അക്കോ? പാപ്പനെ കൊണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ആ പെട്ടിയൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഹെവി. അപ്പൊ ആദ്യം തന്നെ ഫുഡ് അകത്താക്കാന്നുള്ള സെറ്റപ്പിലാണ്. അത്താഴം വണ്ടിന്നാണ്, നാട്ടിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. എന്റെ ചക്കപ്പഴം ഇടുന്ന കിട്ടി. എന്തായാലും കുഴപ്പമില്ല. എവിടുന്ന് കിട്ടി? ഹെസ ബേബിക്ക് കൊടുത്താ? ഹെസ ബേബി എന്താ കറി? അപ്പം പിന്നെ അപ്പല്ലേ? ഫുഡ് കഴിക്കണേ. എന്താ നമ്മള് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നത്? എവിടെ ഇപ്പൊ നമ്മളുള്ള എയർപോർട്ടിന്റെ പാർക്കിംഗ് ലോട്ടില്. ആക്ച്വലി അത്താഴം കഴിക്കാണ് ഞങ്ങള്. വീട്ടിലെത്തുമ്പോ ചിലപ്പം സമയം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട്
ഇവരെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.